السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. അതിനാൽ ചാതിയിൽ പേടുവന്ന് കേട്ടാരെ 70 ഉസ്താദ് കണ്ടോവർ ഞാനെല്ലാ സിറിനും സിറന്ന് ചൊന്നോവർ ഞാൻ അല്ലാഹ് തന്നോടെ അമ്രന്ന് ചൊന്നോവർ കൽഫനായെന്നോരു സൈഫ് ഞാനെന്നോവർ കോപം മൂടയോന്റെ നാറ് ഞാനെന്നോവർ അതിനാൽ ചതിയിൽ പെടുവാന്ന് കേട്ടാരെ മേന്മകൾ കാരണം മഹത്വങ്ങൾ കാരണം ചതിയിൽ പെട്ടുപോകരുതെന്ന് ശൈഖ് അവർകളെ തന്റെ ഉസ്താദ് ഉപദേശിച്ചു. അപ്പോൾ 70 അമാനിനെ ഉസ്താദ് കണ്ടോവർ അപ്പോൾ താൻ ചതിയിൽപ്പെടുകയില്ലെന്നതിന് 70 രേഖകൾ നിർഭയത്വത്തിന്റെ മേലിൽ അറിയിക്കുന്ന സന്ദേശങ്ങൾ ശൈഖ് അവർകൾ അവിടുത്തെ ഉസ്താദിന് കാണിച്ചു കൊടുക്കുകയും അദ്ദേഹം അത് കാണുകയും ചെയ്തു എന്നാണ് ഈ വരിയിലെ പരാമർശനം. മുമ്പത്തെ വരിയിൽ നമ്മൾ പറഞ്ഞല്ലോ ഷെയ്ഖ് ജിലാനി തങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്, വലിയ പവറുണ്ട് എന്ന്. ആ പവറുമായി ബന്ധപ്പെട്ടുള്ള അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്ന നിലക്ക് കിബറുദ്ദേശിക്കാത്ത നിലക്ക് മഹത്വങ്ങൾ പറയുന്നതിന് വിരോധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ മഹത്വങ്ങൾ അങ്ങനെ ഞാൻ അവ്വലു ഷാഫിഇൻ വ അവ്വലു മുശഫ്ഫഅ ആദ്യമായി ശുപാർശ ചെയ്യുന്നതും ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും ഞാനാണ് ആദ്യമായി സ്വർഗത്തിന്റെ വട്ടക്കണ്ണ് പിടിച്ചുകുലുക്കി സ്വർഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ആദം നബി അലൈഹി ഇസ്ലാമും മറ്റുള്ളവരും എന്റെ കീഴിലാണ്, എന്റെ കൊടിക്കീഴിലാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അല്ലാഹു തആല നൽകിയ അനുഗ്രഹം എടുത്തു പറയുകയാണ്. അവിടെയൊന്നും അവർക്കൊരു അഹങ്കാരമോ കിബറോ വരുന്നില്ല. ഇவ்விதത്തിൽ ഷെയ്ഖ് ജിലാനി തങ്ങൾ അവിടുത്തെ ഗുരുവര്യരായ ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ വെച്ച് തനിക്ക് അല്ലാഹു തആല നൽകിയ ചില മഹത്വങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു. വൈജത്തുൽ അസ്റാറിൽ കാണാം. അപ്പോൾ ആ സംസാരം നടന്നപ്പോൾ ഹമ്മാദ് എന്നവർ പറയാണ് ശിഷ്യനോട്, മോനെ അബ്ദുൽ ഖാദർ, ഇவ்விதത്തിലുള്ള സംഗതികളൊക്കെ വലിയ അത്ഭുതമുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള മഹത്വങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുമ്പോൾ ഒരിക്കലും തന്നെ ആത്മീയമായ അപജയത്തിന് കാരണമാകുന്ന റുജുബിലേക്ക് എത്തിപ്പോകരുത്. അതാണ് ശൈഖ് അവർകൾ പറയുന്നത്, ഹമ്മാദ് എന്നവർ പറയുന്നത്. അതിനാൽ ചതിയിൽപ്പെടുവാന്ന് കേട്ടാരെ അപകടത്തിൽപ്പെട്ടുപോവുക അല്ലെ. ഒരാൾക്ക് മഹത്വം ഉണ്ടായി, ആ മഹത്വം പക്ഷേ അള്ളാഹു നൽകിയതാണെന്ന് മനസ്സിലാക്കി താഴ്മക്ക് പകരം അഹങ്കാരം കടന്നു വന്നാൽ ആളുടെ അഡ്രസ്സ് തെറിക്കുമെന്ന് നമുക്കറിയാമല്ലോ. ഇബ്ലീസിന്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഹമ്മാദ് റളിയല്ലാഹു അൻഹു ഇவ்விதത്തിലുള്ള നിഅമത്തുകളും അനുഗ്രഹങ്ങളും ഒക്കെ അല്ലാഹു തആല നൽകുമ്പോ ഞാനിപ്പോ തരക്കടില്ല എന്നൊരു തോന്നലിലേക്ക് മോനെ നിങ്ങൾ എത്തിപ്പോകരുത് എന്ന് ഉസ്താദ് ശിഷ്യനെ ഉപദേശിച്ചപ്പോൾ മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ അവിടുത്തെ ഉള്ളംകൈ ഷെയ്ഖ് ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്ത് വെക്കുകയും എന്നിട്ട് എന്റെ കൈപ്പടത്തിൽ ബഹുമാനപ്പെട്ട ഔസുൽ തങ്ങൾ പറഞ്ഞു, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മീയമായ ഹിഫ്ള് നൽകിയിട്ടുണ്ട് എന്നതിന്റെ രേഖ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് ഷെയ്ഖ് ജീലാനി തങ്ങൾ ഹമ്മാദ് എന്നവരോട് പറയുകയും ആ നെഞ്ചത്ത് കൈവച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ഹമ്മാദ് എന്നവർക്ക് ആത്മീയമായ പ്രത്യേകമായ ചില അനുഭൂതികൾ ലഭിക്കുകയും ഷെയ്ഖ് ജീലാനി തങ്ങളുടെ കയ്യിൽ നിന്ന് ഇതിനാവശ്യമായിട്ടുള്ള രേഖകൾ താൻ വായിക്കുകയും ചെയ്തു. എന്നിട്ട് ഹമ്മാദ് എന്നവർ ആ ജീലാനി തങ്ങൾ കൈയെടുത്തപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇദ്ദേഹം ചതിയിൽപ്പെടുകയില്ല എന്നതിന് അള്ളാഹുവിൽ നിന്ന് 70 ഉടമ്പടികൾ സ്വീകരിച്ചതായി അദ്ദേഹത്തിന്റെ കൈപ്പടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. അപ്പൊ കയ്യിൽ നിന്ന് രേഖ വായിക്കാമോ എന്നൊരു ചോദ്യം വാസ്തവത്തിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം. എന്നാൽ ആ ചോദ്യത്തിനൊക്കെയുള്ള ഉത്തരം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കണ്ണും കാതും അതൊന്നും സാധാരണക്കാരന്റെ കയ്യും കണ്ണും കാതും പോലെയല്ല. അവരുടെ അകക്കണ്ണുകൊണ്ട് വായിച്ചാൽ ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു ബിനൂരില്ലാ എന്ന് നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. സത്യവിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അവരുടെ ലക്ഷണം പറയാനുള്ള മഹത്തായ ഒരു കഴിവ്. അപ്പൊ ഈ കഴിവ് ഉപയോഗിച്ച് അവരുടെ പ്രത്യേകമായിട്ടുള്ള കണ്ണിന്റെ സിദ്ധി ഉപയോഗിച്ച് മഹാനായ ഹമ്മാദ് എന്നവർക്ക് അത് കാണാനും അത് മനസ്സിലാക്കാനും സാധിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമ്പിയായിന്
ഇസ്മത്ത് എന്നൊരു മഹത്തായ ഗുണം നൽകുന്നുണ്ട്. ഔലിയാവിന്റെ കൂട്ടത്തിൽ അള്ളാഹു തെരഞ്ഞെടുത്തവർക്ക് ഹിഫ്ള് എന്നൊരു ഗുണവും നൽകുന്നുണ്ട്. ആ ഹിഫ്ള് എന്ന മഹത്തായ ഗുണം അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് എന്നതിന്റെ രേഖ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങൾ ഹമ്മാദ് എന്നിവരെ ബോധ്യപ്പെടുത്തി. അതായത് ഞാനീ പറയുന്നത് കൊണ്ടൊന്നും എനിക്ക് തലക്കനം വരില്ല എന്ന് ഷെയ്ഖ് ജീലാനി തങ്ങൾ ഉസ്താദ് അവറുകളുടെ ബേജാറിന് പരിഹാരം കണ്ടു എന്നാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കണ്ണിന്റെ പ്രത്യേകതകളൊക്കെ ധാരാളമായി വിവരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇനിയും അതിന്റെ വിശദീകരണങ്ങൾ പിന്നീട് വരാനിരിക്കുന്നുമുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു ഒരു ദിവസം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് വഴിയിലൂടെ നടന്നു വരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ചേംബറിലേക്കാണ് വരുന്നത്. വരുന്ന വഴിയിൽ യാദർച്ഛികമായ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിപ്പോയി. അതായത് ഒറ്റ നോട്ടം അനുവദനീയമാണ്, ദീർഘിക്കാതിരിക്കണം എന്നല്ലേ ഉള്ളൂ. അങ്ങനെ കണ്ടുപോയതിനെ സംബന്ധിച്ച് പോലും ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുത്തെത്തിയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, എന്താപ്പ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളുടെ കഥ, അവരുടെ മുഖത്തൊക്കെ വ്യഭിചാരത്തിന്റെ ലക്ഷണം കാണുന്നുണ്ടല്ലോ എന്ന്. അനസ് റളിയല്ലാഹു ശബ്ദനാവുകയും സുബ്ഹാനല്ലാഹ് അഉൻസിലൽ വഹയു ബഅദ വഫാത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം വഹയി ഇറങ്ങിയോ എന്ന് അത്ഭുതപ്പെടുകയും ചെയ്തു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, വഹയി ഇറങ്ങിയതൊന്നുമല്ല, വലാകിൻ ഫിറാസത്തുൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന മഹത്തായ ലക്ഷണം പറയാനുള്ള കഴിവാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചത് എന്ന്. അപ്പൊ അவ்விதത്തിൽ ഹമ്മാദ് എന്നവർക്ക് അത് കാണാനും ഷെയ്ഖ് ജീലാനി തങ്ങൾ അബദ്ധത്തിൽപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കാനുമുള്ള അവസ്ഥകളുണ്ടായി എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ പിന്നെ ഇവിടെ അങ്ങനെ അദൃശ്യങ്ങളായിട്ടുള്ള സംഗതികളല്ലേ ഇതൊക്കെ ഇങ്ങനെ അള്ളാഹു അല്ല, അള്ളാഹുവിന് മാത്രമല്ലേ അറിയൂ എന്നൊരു സംശയവും കൂടെ സ്വാഭാവികമായും ഇവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒറ്റവാക്കിൽ മാത്രം, അതിന്റെ വിശദാംശങ്ങളൊക്കെ പിന്നീടും വരാനുള്ളതുകൊണ്ട് ഒറ്റവാക്കിൽ മാത്രം ഞാൻ പറയുന്നു. അള്ളാഹു തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കുകയും അവരത് അറിയുകയും ചെയ്യുമെന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സൂറത്തുൽ ജിന്നിൽ. ലാ യഅലമുൽ ഗൈബ ഇല്ലാ ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതളാ മിർ റസൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അദൃശ്യം അറിയുന്നവൻ. ആ അദൃശ്യം അല്ലാഹു വെളിപ്പെടുത്തി കൊടുക്കുകയില്ല അവൻ തൃപ്തിപ്പെട്ട മഹാന്മാർക്കല്ലാതെ എന്ന് സൂറത്തുൽ ജിന്നിൽ അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ സൂറത്തുൽ ജിന്നിൽ അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെട്ടവർക്ക് വെളിവാക്കി കൊടുക്കും അദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ അത് വെളിവാക്കി കൊടുക്കണമെങ്കിൽ പക്ഷേ ഏതെങ്കിലുമൊക്കെ നമുക്ക് ആളുകളുടെ ചീട്ട് വേണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് തൽക്കാലം നമുക്ക് നല്ല നമസ്കാരം പറയാനേ നിവൃത്തിയുള്ളൂ എന്നാണ് അത് സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത്. ഇനി അദൃശ്യങ്ങൾ അറിഞ്ഞതും പറഞ്ഞതുമൊക്കെ ആയിട്ടുള്ള ധാരാളം രേഖകൾ അംബിയാന്റേതും ഔലിയാന്റേതുമൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വിശദമായൊരു പഠനത്തിന്റെ വേദിയല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഞാനെല്ലാ സിറിനും സിറന്ന് ചൊന്നോവർ, ഞാനല്ലാ തന്നൂടെ അമ്രെന്ന് ചൊന്നോവർ. ഞാൻ എല്ലാ രഹസ്യങ്ങളിലും രഹസ്യമാണെന്നും ഞാൻ അള്ളാഹുവിന്റെ അമ്രാണെന്നും കൽപ്പനയാണെന്നും ശൈഖ് അവറുകൾ പറയുകയുണ്ടായി. ഉന്നതരായ ധാരാളം മഹാന്മാർ അവർ രഹസ്യങ്ങളുടെ കലവറകളാണ്. അതായത് അവരുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിർവഹിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടികളും ദൌത്യങ്ങളും ഒക്കെ ധാരാളം അത്ഭുതകരമായ സംഭവങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ഖിളിർ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു ദൌത്യത്തെ സംബന്ധിച്ച് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ടല്ലോ. മൂസാ നബി അലൈഹിസ്സലാം എന്ന ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകർ പോലും ആ ഖിളിർ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ സഞ്ചരിക്കുന്ന, ഖിളിർ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു അത്ഭുതവും എന്നിട്ട് ഖിളിർ നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് പലതും മനസ്സിലാക്കുന്ന സംഗതിയൊക്കെ ഖുർആൻ വിശദീകരിക്കുന്നില്ലേ. അപ്പൊ ആ വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ധാരാളം ദൌത്യങ്ങൾ നമുക്കറിയാത്ത അല്ലെങ്കിൽ സാധാരണ മനുഷ്യന് പിടികിട്ടാത്ത ധാരാളം ദൌത്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു മഹത്തായ ഉത്തരവാദിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈഖ് അവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. അല്ലാഹുവിന്റെ അമ്രാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം ധാരാളം സംഗതികൾ നടപ്പാക്കുന്ന ആളാണ് ഗൗസുൽ ആലം തങ്ങൾ എന്നാണ് അതിന്റെ താല്പര്യം. അതിന്റെ വിശദീകരണം തന്നെയാണ് കൽപ്പന എന്നൊരു സൈഫ് ഞാനെന്നോവർ, കോപം മൂടയോന്റെ നാറ് ഞാനെന്നോവർ. കൽപ്പന എന്ന വാളും കോപിക്കുന്ന അള്ളാഹുവിന്റെ തീയും ഞാനാണെന്ന് ശൈഖ് അവറുകൾ പറയുകയുണ്ടായി എന്നാണ് ആ വരിയുടെ വളരെ സംക്ഷിപ്തം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ ഭൂമിയിൽ നടപ്പാക്കുന്ന ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരു മഹാ വ്യക്തിത്വമാണ് ഞാനെന്നും എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ നടപ്പാക്കുന്ന വിഷയത്തിൽ
ഒരു വാളിന്റെ സേവനം പോലെ, അത് ആലങ്കാരിക പ്രയോഗമാണ്, ആ വാളിന്റെ സേവനം പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നീതി നടപ്പാക്കുന്നതിന്, അനീതിക്കെതിരെ പോരാടുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പശ്ചാത്തലവും അല്ലാഹു എനിക്കൊരുക്കി തന്നിട്ടുണ്ടെന്നും അല്ലാഹു ആകുന്ന കോപമുടയോന്റെ നാറ് ഞാനെന്നോവർ എന്ന് പറഞ്ഞാൽ യജമാനനായ അല്ലാഹു അധർമ്മങ്ങളെ അല്ലാഹുവിന് വലിയ വെറുപ്പാണ്. ആ വെറുപ്പായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നാറാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ശൈഖവർകളെ തീയോട് ഉപമിച്ചിട്ട് ഇവിടെ ഒരു ആലങ്കാരിക പ്രയോഗം നടത്തിയിരിക്കുകയാണ്. കോപാഗ്നി എന്ന് സാധാരണ നമ്മൾ പറയില്ലേ ചില ധർമ്മരോഷത്തെ സംബന്ധിച്ചൊക്കെ, അത്തരമൊരു പ്രയോഗം. അതായത് അള്ളാഹുവിന്റെ വിഷയത്തിൽ അധർമ്മത്തിനെതിരെ കോപിക്കുന്ന ആളാണ് ശൈഖവർകൾ. ഇതൊരു മുഅ്മിനായ മനുഷ്യന്റെ ശരിയായ സ്വഭാവമാണ്. അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് എന്ന ചർച്ചയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, അൽ ഹബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി ദേഷ്യപ്പെടുക. അപ്പൊ ആ ദേഷ്യത്തെയാണ് കോപത്തോട് ഉപമിച്ച് അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന് വേണ്ടി ദേഷ്യപ്പെടുകയും ചെയ്യുന്നത് ഒരു മഹാ അമലാണെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ശൈഖവർകൾ അത് കൃത്യമായി നടപ്പാക്കുന്ന മഹാവ്യക്തിത്വമാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.